ആരാധകരുടെ യുവരാജാവായിരുന്നു അയാൾ. ഇന്ത്യയുടെ ഭാഗ്യ നക്ഷത്രവും. ഒരിക്കൽ മുൻനിര ബാറ്റ്സ്മാൻമാർ പുറത്താകുമ്പോൾ നിരാശയോടെ ടെലിവിഷൻ സെറ്റുകളിൽ നിന്ന് മുഖം തിരിച്ച ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷകൾ മധ്യനിരയിലേക്ക് പടർത്തിയവൻ. അവനാണ് യുവരാജ് സിംഗ്. പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും പലപ്പോഴും ഇന്ത്യയുടെ രക്ഷകനായവൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ യുവരാജ് സിംഗിന്റെ സ്ഥാനം എന്തെന്ന് തെളിയിക്കപ്പെടേണ്ട കാര്യമല്ല. ഈ നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഇന്ത്യ നേടിയ പല വിജയങ്ങളിലും ഈ ഇടങ്കയ്യൻ ബാറ്റ്സ്മാന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ഇടനെഞ്ചിൽ ഇന്ത്യ എന്ന വികാരം നിറഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം മറക്കാനാകുമോ ലോർഡ്സിൽ തോൽവി ഉറപ്പിച്ചെടുത്തു നിന്നും അയാൾ നമുക്ക് സമ്മാനിച്ച ആ നാറ്റോസ് ട്രോഫി വിജയം? 2011 ലോകകപ്പ് സെമിയിൽ പാകിസ്ഥാന്റെ നട്ടലൊടിച്ച ആ ബോളിംഗ് പ്രകടനം എങ്ങനെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞുപോകും? അവ നൽകുന്ന രോമാഞ്ചം എന്ന വികാരം തന്നെയാണ് യുവരാജ് സിംഗ് എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിനെ തഴുകി കടന്നു പോകുന്നത്. ഒരു അണ്ടർ-19 ലോകകപ്പ് വിജയത്തിൻ്റെ തിളക്കവുമായാണ് യുവരാജ് സിംഗ് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കടന്നു വന്നത്. മറ്റൊരു ICC ടൂർണമെൻറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ 80 പന്തുകളിൽ നിന്ന് 84 റണ്ണുകളുമായി യുവരാജ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലും അവതരിച്ചു. പിന്നീട് അങ്ങോട്ട് അയാളുടെ വർഷങ്ങളായിരുന്നു. പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും പല മത്സരങ്ങളുടെയും വിധി മാറ്റി എഴുതി യുവരാജ് സിംഗ്. കരിയറിൽ ഉയർച്ച താഴ്ചകൾ പലതും സംഭവിച്ചെങ്കിലും ICC ടൂർണമെൻറ്റുകളിൽ എന്നും യുവി തിളങ്ങി നിന്നിരുന്നു. എതിരെ വരുന്ന എന്തിനേയും നെഞ്ചു വിരിച്ച് നേരിടാനുള്ള ചങ്കൂറ്റം, അതായിരുന്നു യുവരാജ് സിംഗിന്റെ കൈമുതൽ. തൊട്ടുമുന്നേ തന്നെ പ്രകോപിച്ച ഫ്ലിൻറ്റോഫിനെ സാക്ഷി നിർത്തി സ്റ്റുവർട്ട് ബ്രോഡിനെതിരെ അയാൾ പേമാരിയായി പെയ്തിറങ്ങിയ നിമിഷങ്ങൾ. ശരീരം കാർന്നു തിന്നുന്ന ക്യാൻസർ കോശങ്ങളെ നാണിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ സ്വന്തം നാട്ടിൽ ലോകകപ്പ് വിജയികളാക്കിയ പ്രകടനം. അങ്ങനെ എത്രയെത്ര നിമിഷങ്ങളാണ് അയാളുടെ മനക്കരുത്തിന്റെ ഉദാഹരണമായി പറയാനുള്ളത്. യുവരാജ് സിംഗിന് ആരാധകരുടെ മനസ്സിൽ എന്നും ഒരു ഇടമുണ്ടാകും. അത് അയാൾക്ക് ലഭിച്ചൊരു ഔദാര്യമല്ല, മരണത്തോട് മല്ലടിച്ച് തിരിച്ചു വന്ന ഒരാളോടുള്ള സഹതാപവുമല്ല, അയാളിലെ പോരാളിയോടുള്ള ബഹുമാനമാണ്. അയാളുടെ ചങ്കൂറ്റം ഇന്ത്യക്ക് നേടിത്തന്ന വിജയങ്ങളോടുള്ള ആരാധനയാണ്. രോഗശയ്യയിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി അയാൾ തിരിച്ചു വരാനായി ഓരോ ക്രിക്കറ്റ് പ്രേമിയും ആഗ്രഹിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഒരു പോരാട്ടം കാഴ്ചവെക്കാതെ അയാൾ പിൻവാങ്ങില്ലെന്ന് അവർക്ക് ഉറപ്പായി. അയാൾ തിരികെ വന്നു. ആ തിരിച്ചുവരവിലാണ് അയാൾ ഏകദിന ക്രിക്കറ്റിലെ തൻ്റെ ഏറ്റവും മികച്ച സ്കോർ സ്വന്തമാക്കിയത്. പക്ഷെ കാലം അയാളുടെ പ്രകടനങ്ങളുടെ ചടുലതയെ പതിയെ നഷ്ടമായി തുടങ്ങി. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫീൽഡർ പലപ്പോഴും ടീമിന് ബാധ്യതയാകുമെന്ന് അയാൾ സ്വയം തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിൻ്റെ അവസാനം 2019 ജൂൺ 10 യുവരാജ് സിംഗ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് കളം വീണു. പക്ഷെ അയാളെ ആസ്വദിച്ചിരുന്ന ആരാധിച്ചിരുന്ന ഹൃദയങ്ങളിൽ നിന്നും യുവരാജ് ഇന്നും കുടിയിറക്കപ്പെട്ടിട്ടില്ല. കാലമേറും തോറും ആ ആരാധന കൂടിക്കൊണ്ടേയിരിക്കുന്നു. കാരണം അയാൾ ഒരു തലമുറയെ മുഴുവൻ സന്തോഷിപ്പിച്ചിരുന്നു. ജന്മദിന ആശംസകൾ യുവി.